ഈ കിടക്കുന്ന ഹ്യുണ്ടായി അൽക്കാസാറിൻ്റെ മിഡ് സ്പെക് 1.5 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിൻ്റെ പെട്രോൾ ടർബോ ചാർജിൻ്റെ മാനുവൽ വെർഷനാണ്. ഇതിൻ്റെ ഒരു ചെറിയൊരു വോക്ക് റൗണ്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്തൊക്കെ ഡിഫറൻസ് ആണ് നോർമൽ ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ കൂടെ ചെക്കൗട്ട് ചെയ്യാം. ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് വീഡിയോ ഷോറൂം ഡീറ്റെയിൽസ് ഇപ്പോൾ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇപ്പോൾ എക്സ്റ്റീരിയർ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമുക്ക് എക്സ്റ്റീരിയറിൻ്റെ ഡിസൈൻ്റെ കാര്യം പറയുകയാണ്. കമ്പയർഡ് ടു ദി ടോപ്പ് എൻഡ് നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഒരു LED DRLs വരുന്നുണ്ട്, കണക്റ്റിംഗ് DRLs വിത്ത് ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ ഹെഡ് ലാംപ്സ് LED ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഈ വേരിയൻറ്റിലും LED ആണ്. ഐ തിങ്ക് ബേസ് മോഡലിൽ തന്നെ LED DRLs, LED ഹെഡ് ലാംപ്സ്, ഓൾ LED സെറ്റപ്പ് ആണ് വരുന്നത്. ബട്ട് ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് റഡാറും ക്യാമറയും മിസ്സിംഗ് ആണ്. എഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് ഇതിനകത്തില്ല. ബട്ട് സിൽവർ ഫിനിഷിൽ സ്കിഡ് പ്ലേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ലൊരു ബോക്സി ചങ്കി SUV ആണ്. In terms of design, looks really good. In my opinion, I am a huge fan of this design compared to Creta. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പ്രൊഫൈലിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഫ്രണ്ട് പ്രൊഫൈൽ ഞാൻ പറഞ്ഞ പോലെ റഡാറും ക്യാമറയും മാത്രമില്ല, ബാക്കിയെല്ലാം ഫീച്ചേഴ്സും ഉണ്ട്. നമുക്കിനി സൈഡ് പ്രൊഫൈൽ ചെക്കൗട്ട് ചെയ്യാം. ഔട്ട് പോകുന്ന ലെങ്ത്തിൻ്റെ കാര്യം തന്നെ ഫസ്റ്റ് പറയാം. ലെങ്ത്ത് പറയുന്നത് അറൗണ്ട് 4.5 മീറ്റേഴ്സിൻ്റെ അടുത്താണ് ലെങ്ത്ത് വരുന്നത്. ബിക്കോസ് ഇറ്റ് ഈസ് എ 7-seater SUV. നമുക്ക് വീൽസിൻ്റെ കാര്യം പറയാം. ഇതൊരു 17-inch വീൽസാണ് കമ്പയർഡ് ടു ടോപ്പ് എൻഡിനകത്ത് ഐ തിങ്ക് 18-inch ഡുവൽ ടോൺ വീൽസാണ് വരുന്നത്. ഇതും ഡുവൽ ടോൺ കളർ ട്രീറ്റ്മെൻറ്റിലാണ് വരുന്നത്. ഒരു ക്രോം ഫിനിഷിലും ഒരു മെഷീൻ അലോയ് വീൽസാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ട്. 5 സ്പോക്കാണ്, നല്ലപോലെ സ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു ബൾക്കി വീൽസാണ്. നമുക്ക് ഇതിൻ്റെ പ്രൊഫൈൽ ചെക്കൗട്ട് ചെയ്യാം. പ്രൊഫൈൽ വരുന്നത് ഐ തിങ്ക് നോക്കട്ടെ, പ്രൊഫൈൽ 215/60 R17 ആണ് വരുന്നത്. 16 ആണ് പ്രൊഫൈൽ, 215 ആണ് വിഡ്ത്ത് വരുന്നത്. 17-inch അലോയ് വീൽസ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്ക്കും ബാക്കിലും ഡിസ്ക്കും ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഓവറോൾ സൈഡ് പ്രൊഫൈലിൻ്റെ കാര്യം പറയുമ്പോൾ ഇവിടെ തന്നെ സിൽവർ എലമെൻറ്റ്സ് വരുന്നുണ്ട്. പിന്നെ ഓറിയംസ് ആണെങ്കിൽ ഓട്ടോ ഫോൾഡിംഗ് ഫിനിഷിലാണ് വരുന്നത്. ഓട്ടോ ഫോൾഡിംഗ് ഓറിയംസ് ആണ്. ഐ തിങ്ക് ദാറ്റ്സ് ബേസ് മോഡലിൽ നിന്ന് തന്നെ അവൈലബിൾ ആണ് വിത്ത് ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ വിൻഡോ ഏരിയ അത്യാവശ്യമുണ്ട്. ബിക്കോസ് ദിസ് ഈസ് എ ഫുൾ സൈസ് SUV. അത്യാവശ്യമില്ല, ഗ്രേറ്റ് എമൗണ്ട് ഓഫ് വിസിബിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ ഒരു ഡീക്രോംഡ് എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഡോർ പാനൽസിൽ തന്നെ റിക്കോ സെൻസേഴ്സും വരുന്നുണ്ട്. ബാക്കിൽ ഡീക്രോംഡ് ഫിനിഷ് വരുന്നുണ്ട്. റൂഫ് റെയിൽസ് ഈ വാനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് ഐ തിങ്ക് ഫങ്ഷണൽ റൂഫ് റെയിൽസ് ആണ്. ബാക്കിൽ ഞാൻ പറഞ്ഞ ഡിസ്ക് ബ്രേക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ സൈഡ് പ്രൊഫൈൽ കാണാൻ നല്ല രസമുണ്ട്. എനിക്ക് ബേസിക്കലി ക്രെറ്റയെക്കാട്ടിൽ കൂടുതൽ ഇഷ്ടം ഈ വാഹനമാണ്. അതൊരു പേഴ്സണൽ പ്രിഫറൻസ് ആണ്. സോ വാട്ട് ഡു യു തിങ്ക്? ലെറ്റ് മീ നോ ഇൻ ദി കമൻറ്റ്സ് ബിലോ. നമുക്കിനി ബാക്ക് പ്രൊഫൈൽ ചെക്കൗട്ട് ചെയ്യാം. പ്രൊഫൈൽ ഡിഫറൻസ് ആയിട്ട് വേറെ ഒന്നും പറയില്ല. കണക്റ്റിംഗ് ടെയിൽ ലാംപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന. അൽക്കസാറിൻ്റെ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അത് ലെറ്ററിങ്സ് ആയിട്ട് തന്നെ സിൽവർ ഫിനിഷിൽ ഈ നമ്മളെ ടെയിൽ ലാംപ്സിൻ്റെ അകത്തായിട്ട് തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു സിൽവർ എലമെൻറ്റ്സ് പോയിട്ടുണ്ട്. വൈപ്പേഴ്സും ഡിഫോഗേഴ്സും ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും. പിന്നെ നമുക്കിവിടെ റൂഫ് ഷാർക്ക് ഫിൻ ആൻറ്റീനയാണ് റൂഫിൽ വരുന്നത്. പിന്നെ ഡിഫ്യൂസർ ആണെങ്കിൽ ഒരു സിൽവർ ഫിനിഷിലാണ് വരുന്നത്. 4 സെൻസേഴ്സ് വരുന്നുണ്ട്. ഒരു ക്യാമറ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഒരെണ്ണേ വരുന്നുള്ളൂ. ട്വിൻ ടെയിൽ പൈപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. മീൻസ് എക്സോസ് നോട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ട്വിൻ എക്സോസ് നോട്ട്സ് ആണ്. പിന്നെ എല്ലാ റിഫ്ലക്റ്റേഴ്സ് വരുന്നുണ്ട്. നമ്മളെ റിവേഴ്സ് ലാമ്പ് നടുക്കായിട്ട് തന്നെ പ്ലേസ് ചെയ്തിരിക്കും. കമ്പയർഡ് ടു ദി ക്രെറ്റ അവിടെയും നടുക്കായിട്ട് തന്നെ പ്ലേസ് ചെയ്തിരിക്കുന്ന. ഓവർ ബാക്ക് പ്രൊഫൈൽ കാണാൻ നല്ല രസമുണ്ട്. ഒരു വെൽ ഡിസൈൻ വാഹനമാണ്. കമ്പയർഡ് ടു ഓൾഡ് അൽക്കസാർ ദിസ് ഈസ് മച്ച് ബെറ്റർ ദാൻ പ്രീവിയസ് ജനറേഷൻ ഓർ പ്രീവിയസ് ഫേസ് ലിഫ്റ്റഡ് വെർഷൻ. അപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ദിസ് ഇസ് റിയലി ഗുഡ് ഇൻ മൈ ഒപ്പീനിയൻ. എക്സ്റ്റീരിയർ അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റീരിയറിലെ വിശേഷങ്ങൾ. ഡിഫറൻസ് ഞാൻ പറഞ്ഞ അലോയ് വീൽസും പിന്നെ എല്ലാ എഡാസ് ലെവൽ 2 ഫീച്ചേഴ്സ് ഈ വാഹനത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയെല്ലാം ഫീച്ചേഴ്സും വരുന്നുണ്ട്. ക്യാമറാസും ഇൻക്ലൂഡ് ചെയ്തിട്ട് റിവേഴ്സ് ക്യാമറ വരുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി ഈ ഇൻറ്റീരിയർ ചെക്കൗട്ട് ചെയ്യാം. ഒരു കാര്യം പറയാൻ വിട്ടു, ഇതിനകത്ത് സൺറൂഫ് ഈ വാനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം കവർ ചെയ്തുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. സൺറൂഫ് ഈ വാനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു ടു ബി ഹോണസ്റ്റ് ദിസ് ഇസ് റിയലി ടെക് ലോഡഡ് SUV. കാരണം ഒരു അത്യാവശ്യമില്ല മസ്റ്റ് ഫീച്ചേഴ്സ് കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഈ വേരിയൻറ്റിനകത്ത്. ഇൻറ്റീരിയർ ചെക്കൗട്ട് ചെയ്യാം. ഇൻറ്റീരിയർ ചെക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് കീസിൻ്റെ കാര്യം തന്നെ പറയാം. കീസ് വരുന്ന സ്മാർട്ട് കീസാണ് വരുന്നത്. ലോക്ക് അൺലോക്ക് പിന്നെ ഓട്ടോ ഹോൾഡ് ടു സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫീച്ചറുണ്ട്. റിമോട്ട് സ്റ്റാർട്ട് ഫീച്ചർ വരുന്നു. ബൂട്ട് റിലീസിൻ്റെ ബട്ടൺസും വരുന്നുണ്ട്. നമുക്ക് ഓട്ടോ സ്റ്റാർട്ട് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. മീൻസ് റിമോട്ട് സ്റ്റാർട്ട് ഫീച്ചർ ഒന്ന് ആക്സസ് ചെയ്യാം. ഐ തിങ്ക് ഇത് പാക്ക് വല്ലെന്ന് തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ട്രൈ ചെയ്യാം. യെസ്, നമുക്കിത് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഓട്ടോ റിമോട്ട് സ്റ്റാർട്ട് ഫീച്ചർ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് അൺലോക്ക് ബട്ടൺ ഞെക്കിയാൽ തന്നെ നമ്മൾ റിമോട്ട് സ്റ്റാർട്ട് ഫീച്ചർ ഒന്നും കൂടെ ഞെക്കി തന്നെ അത് ഓഫ് ചെയ്യാൻ പറ്റും. നമുക്ക് ബൂട്ട് റിലീസ് ചെയ്തിട്ട് ബൂട്ട് സ്പേസ് ചെക്കൗട്ട് ചെയ്യാം. ബൂട്ട് സ്പേസിൻ്റെ കാര്യം പറയുന്നത് അറൗണ്ട് 250 liters ഉള്ളൂ. എല്ലാ റോയും ഫോൾഡ് ചെയ്ത് വെച്ചാൽ അറൗണ്ട് 400 liters ഓഫ് ബൂട്ട് സ്പേസ്. സെക്കൻഡ് റോ തേർഡ് റോ ഫോൾഡ് ചെയ്താൽ കിട്ടുന്നതാണ്. അത്യാവശ്യം ബൂട്ട് ഏരിയ അല്ലാതെ തന്നെ ഉണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ടൂൾ കിറ്റ് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. ടൂൾ കിറ്റ് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ടൂൾ കിറ്റ് വരുന്നുണ്ട്. ഐ തിങ്ക് സ്പെയർ വീല് താഴെയാണ് മൗണ്ട് ചെയ്ത് വെച്ചേക്കുന്നത്. സ്പെയർ വീല് താഴെയായിട്ടാണ് വരുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബൂട്ട് ഏരിയ അല്ലെങ്കിൽ ബൂട്ട് സ്പേസിൻ്റെ കാര്യം. നമുക്കിനി കോക്പിറ്റ് ചെക്കൗട്ട് ചെയ്യാം. ഡോർ പാനൽസ് പറയാം, ഒരു മാച്ച് ഓഫ് ബ്രൗൺ ഫിനിഷിലാണ് വരുന്ന, ഒരു ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത്. ഇവിടെ തന്നെ എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക് ഫിനിഷാണ്, സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഒന്നുമില്ല. വിൻഡോ കൺട്രോൾസും ORM കൺട്രോൾസും വരുന്നുണ്ട്. പിന്നെ സിൽവർ ഡോർ ഹാൻഡിൽസാണ് വരുന്ന, സ്പീക്കേഴ്സും വരുന്നുണ്ട്, ട്വീറ്റേഴ്സും വരുന്നുണ്ട്. സീറ്റ്സിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ മാനുവലാണ് വരുന്നത്. ഐ തിങ്ക് ഫാബ്രിക് അപ്പോൾസ്റ്ററിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തീം കൊള്ളാം. ഓവറോൾ ഇൻറ്റീരിയർ തീം ഈസ് റിയലി ഗുഡ്. നമുക്ക് ഇനി വണ്ടിയുടെ അകത്ത് കയറി ഫീച്ചേഴ്സ് ചെക്കൗട്ട് ചെയ്യാം. നമുക്ക് വണ്ടിയും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ബ്രേക്ക് ചവിട്ട് ചെയ്തിട്ട് ക്ലച്ച് ചവിട്ട് ചെയ്യുന്ന ആക്സസ് ചെയ്യുന്ന, ബിക്കോസ് ദിസ് ഇസ് എ മാനുവൽ, 6 സ്പീഡ് മാനുവലാണ്. ഓക്കെ, നമുക്ക് സ്റ്റിയറിംഗ് വീലിൻ്റെ കാര്യം പറയാം. സ്റ്റിയറിംഗ് വീൽ വരുന്നത് ലെതർ റാപ്പ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്, വിത്ത് മീഡിയ കൺട്രോൾസ് ആൻഡ് MID കൺട്രോൾസ്. ക്രൂസ് കൺട്രോൾ ഈ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ ഗ്ലോസി ബ്ലാക്ക് ട്രീറ്റ്മെൻറ്റിലാണ് വരുന്നത്. പിന്നെ ഇവിടെ തന്നെ വൈപ്പേഴ്സിൻ്റെ ടോഗിൾസ് വരുന്നുണ്ട്, ഹെഡ്ലൈറ്റ്സിൻ്റെ ടോഗിൾസ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ക്ലസ്റ്റർ, സെയിം ക്ലസ്റ്റർ ഫ്രം വെർണയിനകത്ത് വരുന്നതും പിന്നെ വെന്യൂവിനകത്ത് എക്സ്റ്ററിനകത്ത് വരുന്ന സെയിം ക്ലസ്റ്ററാണ്. ഐ തിങ്ക് S ഓപ്ഷണൽ, കറക്റ്റ് S ഓപ്ഷനിൽ നിന്ന് വരുന്ന സെയിം ക്ലസ്റ്ററാണ്. SX ടെക്കിനകത്ത് വരുന്ന സെയിം ക്ലസ്റ്ററാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ടയർ പ്രഷർ മോണിറ്ററിങ്, പിന്നെ അല്ലാതെ പാർക്കിൻ്റെ ഏത് ഗിയറിലാണ് കിടക്കുന്നത്, പിന്നെ അല്ലാതെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ അല്ലാതെ കുറേ ഫീച്ചേഴ്സിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് ടച്ച് സ്ക്രീനിൻ്റെ കാര്യം പറയാം. 10.25 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്ന, ആൻഡ്രോയിഡ് ട്ടോ ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്നതാണ്. അതിനെക്കുറിച്ച് കൂടുതലും പറയുന്നില്ല. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് AC ടച്ച് പാനൽസ് കാണാം. AC വരുന്നുണ്ട്, മീഡിയ കൺട്രോൾസിൻ്റെ തന്നെ വരുന്നുണ്ട്. ഇത് കൂടെ തന്നെ ആക്സസ് ചെയ്യാം. പിന്നെ അല്ലാതെ ഇവിടെ തന്നെ റൊട്ടേറ്ററി നോബ് വരുന്നത്, വോളിറ്റിനും വരുന്നുണ്ട്. ഇവിടെ അല്ലാതെ തന്നെ ഡുവൽ സോൺ AC ടെമ്പറേച്ചർ കൺട്രോൾസും വരുന്നുണ്ട്. ഡുവൽ സോൺ AC എന്ന് വരുന്നത് ഐ തിങ്ക് ദാറ്റ്സ് ബേസ് മോഡലിൽ നിന്ന് തന്നെ അവൈലബിൾ ആണ്. ഇവിടെ നോക്കാം 12 വോൾട്ടിൻ്റെ സോക്കറ്റ് Type C പോർട്ട്സും പിന്നെ അല്ലാതെ USB പോർട്ട്സും പിന്നെ അല്ലാതെ ഇവിടെ ഒരു വയർലെസ് ചാർജർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ വേരിയൻറ്റിനകത്ത് വയർലെസ് ചാർജർ വരുന്നുണ്ട്. 6 സ്പീഡ് മാനുവലാണ്, അതിൽ ലെതർ റാപ്പ് ഗിയർ നോബാന്ന് വരുന്ന. നമുക്ക് റിവേഴ്സ് ക്യാമറ എൻഗേജ് ചെയ്താൽ റിവേഴ്സ് ക്യാമറ അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റി ഓഫർ ചെയ്യുന്നുണ്ട്. വിത്ത് 2 വ്യൂസ്, 2 വ്യൂ സെറ്റപ്പ് കാണാം. പിന്നെ അല്ലാതെ ഇവിടെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തത്. ഗ്ലോസി ബ്ലാക്കും ഒരു ബ്രഷ്ഡ് ഫിനിഷാണ് വരുന്നത്. മാനുവൽ ഹാൻഡ് ബ്രേക്കാണ് വരുന്നത്. ഇവിടെ കാണാവുന്ന കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ആംബ്രസ്റ്റ് വിത്ത് സ്റ്റോറേജ് വരുന്നുണ്ട്. ഗ്ലോ ബോക്സും വിത്ത് കൂൾഡ് ഗ്ലോ ബോക്സ് ആണ് വിത്ത് സ്റ്റോറേജ്. പിന്നെ IRMs ഓട്ടോമാറ്റിക് IRMs ആണ് വരുന്നത്. SOSൻ്റെ ബ്ലൂ ലിങ്കിൻ്റെ കണക്ടിവിറ്റി വരുന്നത്. ഇതിനകത്ത് കണക്റ്റഡ് കാർ ടെക് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ വരുന്നുണ്ട്, റീഡിംഗ് ലാംപ്സ് വരുന്നുണ്ട്, നമ്മളുടെ സൺറൂഫ് വരുന്നുണ്ട്. ഇപ്പോൾ ആക്സസ് ചെയ്യാൻ പറ്റില്ല കാരണം കവേർഡാണ്. പിന്നെ നമ്മളുടെ സൺവൈസേഴ്സ് വരുന്നുണ്ട്. ഇവിടെ മിറർ വരുന്നുണ്ട്. പാസഞ്ചർ സൈഡിൽ ഗ്രാബ് ഹാൻഡിൽസും വരുന്നുണ്ട്. പിന്നെ ഓവറോൾ സീറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫാബ്രിക് അപ്പോൾസ്റ്ററിയാണ് വരുന്നത്. അപ്പോൾ ഇനി ബാക്ക് പ്രൊഫൈൽ സീറ്റ്സ് ചെക്കൗട്ട് ചെയ്യാം. റിയർ സീറ്റ്സ് വരുന്ന ഒരു ബെഞ്ച് സീറ്റ്സ് ആണ് വരുന്നത്. ബട്ട് നമുക്ക് ഇതിൽ കൂടെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. റിയർ ബൂട്ട് സ്പേസ്, റിയർ ബൂട്ടല്ല, നമുക്ക് റിയർ പാസഞ്ചർ സീറ്റും ആക്സസ് ചെയ്യാൻ പറ്റും. തേർഡ് റോയും ആക്സസ് ചെയ്യാൻ പറ്റും. ഇതും ഫാബ്രിക് ഫിനിഷിലാണ് വരുന്നത്. ഫാബ്രിക് സീറ്റ്സിലാണ് വരുന്ന. 3 പോയിൻറ്റഡ് സീറ്റ് ബെൽറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ഹെഡ് റെസ്റ്റും വരുന്നുണ്ട്. പിന്നെ ബാക്കിൽ തന്നെ റീഡിംഗ് ലാംപ്സും AC വെൻസും വരുന്നുണ്ട്. പിന്നെ എല്ലാ സീറ്റ് ബെൽറ്റ്സും 3 പോയിൻറ്റഡ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ Type C പോർട്ട്സ് കാണാം, 2 AC വെൻസും കാണാം. പിന്നെ ഇവിടെ തന്നെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന ഒരു ഹൈലൈറ്റഡ് ഫീച്ചർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു ടേബിൾ വരുന്നുണ്ട്. അതിൽ കൂടെ തന്നെ നമുക്ക് സാധനങ്ങൾ ആക്സസ് ചെയ്യാം. മീൻസ് നമ്മൾ iPad അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് വയ്ക്കാം. ഡോർ പാനൽസ് പറയുന്നത് ഒരു ബ്രൗൺ ഫിനിഷിലാണ് വരുന്നത്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ അല്ല, ഫുൾ ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. കുഴപ്പമില്ലാത്ത ഗ്രേഡാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഈ പ്രൈസ് പോയിന്റിന് ദിസ് ഇസ് റിയലി ഗുഡ്. സിൽവർ ഫിനിഷിലെ ഡോർ ഹാൻഡിൽസും വിൻഡോ കൺട്രോൾസും സ്പീക്കേഴ്സും ഡോർ പോക്കറ്റ്സും വരുന്നുണ്ട്. പിന്നെ അല്ലാത്ത ഹ്യുണ്ടായുടെ ടിപ്പിക്കൽ സിംപ്ലി ക്ലവർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സൺഷെയ്ഡ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് അത് ബേസ് മോഡലിൽ നിന്നും അവൈലബിൾ ആണ്. അപ്പം റിയർ സീറ്റ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, AC വെൻസ് വരുന്ന കപ്പ് ഹോൾഡേഴ്സും പിന്നെ അല്ലാത്ത പ്രാക്ടിക്കാലിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഓഫർ ചെയ്തിട്ടുണ്ട്. അപ്പം ഡിഫറൻസ് ആയിട്ട് കമ്പയർ ചെയ്യാൻ ലെതർ സീറ്റ്സും പിന്നെ അല്ല റിയർ സീറ്റിലെ വെൻറ്റിലേഷനും പിന്നെ ബോസ് മോഡ് എന്ന് പറയുന്ന ഫീച്ചേഴ്സൊന്നും ഈ മോഡലിനകത്തില്ല. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ ദിസ് ഇസ് ദ മോസ്റ്റ് വാല്യൂ ഫോർ മണി സ്പെക് ഇൻ മൈ ഒപ്പീനിയൻ. എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് പറയുന്നത് ദിസ് ഇസ് ദ റിയൽ ഡീൽ. അപ്പോൾ നമുക്ക് ഹ്യുണ്ടായി അൽക്കസാറിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസിൻ്റെ കാര്യം പറയാം. 2 എഞ്ചിൻ ഓപ്ഷനാണ് വരുന്നത്. 1.5 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിനും 1.5 ലിറ്റർ CRDA ടർബോ ചാർജ് ഡീസൽ എഞ്ചിനുമാണ് വരുന്നത്. പിന്നെ ആയിരിക്കുന്ന 1.5 ലിറ്റർ ടർബോ ചാർജ് എഞ്ചിനാണ്, TGDA എഞ്ചിനാണ് വരുന്നത്. പ്രൊഡ്യൂസേഴ്സ് 160 bhp ആൻഡ് 253 Nm ഓഫ് ടോർക്ക്.
മെത്തഡ് വിത്ത് 6 സ്പീഡ് മാനുവൽ or 7 സ്പീഡ് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ. മറ്റേ എഞ്ചിൻ്റെ കാര്യം പോലെ മോസ്റ്റ് ടോർക്കിയസ്റ്റ് എഞ്ചിനാണ്. 1.5 ലിറ്റർ CRD എഞ്ചിൻ, ടർബോ ചാർജ്ഡ് ആണ് വരുന്ന ഡീസൽ എഞ്ചിനാണ്. 115 bhp 250 Nm ഓഫ് ടോർക്കാണ്. മെത്തഡ് വിത്ത് 6 സ്പീഡ് മാനുവൽ or 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എഞ്ചിൻ ഡീറ്റെയിൽസ്. ഹ്യുണ്ടായി അൽക്കസാറിൻ്റെ ഒരു ഡീറ്റെയിൽ വോക്ക് റൗണ്ട്. ബിഫോർ എൻഡിങ് ദിസ് വീഡിയോ നമ്മളെ പ്രൈസ് ഡീറ്റെയിൽസ് ഇപ്പോൾ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. എത്ര ഓൺ റോഡ് കോസ്റ്റ്, ഷോറൂം പ്രൈസ് എത്രയാണെന്ന് വരുന്നതെന്ന് ഇതിൽ തന്നെ മെൻഷൻ ചെയ്യാം. പിന്നെ നമ്മളെ ഹ്യുണ്ടായുടെ ഡീലർ ഡീറ്റെയിൽസ്, പോപ്പുലർ ഹ്യുണ്ടായി കൊല്ലത്തിൻ്റെ ഡീലർ ഡീറ്റെയിൽസ്, കോൺടാക്ട് നമ്പർ ഇപ്പോൾ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്യാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ.